കേരളത്തിലൊരു പ്രശ്നമുണ്ട്. ഏത് കണ്ടു കഴിഞ്ഞാലും ഒരു മതം അതിൻ്റെ കൂടെ ചേർക്കുക. ഭരണഘടന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഗവർണർ നടത്തിയത്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ പ്രോട്ടോക്കോളും ഭരണഘടനയും ലംഘിച്ചിട്ടുള്ളത്. ഒരു സഹോദരിയുടെ കയ്യിൽ ഒരു കാവിക്കൊടിയും കൊടുത്ത ശേഷം അദ്ദേഹം നിന്ന് വിളക്ക് കത്തിച്ചിട്ട് തൊഴുതുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാ ഒരു ആർട്ടിസ്റ്റ് വരച്ച ഒരു സഹോദരിയുടെ പടമാണ്. അത് ഇന്ത്യയുടെ തന്നെ ഷേപ്പല്ല. അപ്പോൾ ഞാൻ നാളെ മുതൽ ഇവിടെ CPM കൂടി ഇതിന് ചുറ്റും ഒരു അലങ്കാരത്തിന് വേണ്ടി കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? എൻ്റെ ഓഫീസിൽ കാറൽ മാർക്സിൻ്റെ, എംഗൽസിൻ്റെ, ലെനിൻ്റെ ഒക്കെ പടം പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും വന്ന് അതിൽ മാലയിട്ടിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, പ്രോട്ടോകോൾ ലംഘനമാണ്. തെറ്റ് ഗവർണർക്ക് പറ്റിയാലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പറ്റിയാലും പെൺകുട്ടിക്ക് പറ്റിയാലും തെറ്റാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. ആൺകുട്ടിയും പെൺകുട്ടിയും ഏത് ഡ്രസ്സ് ധരിക്കണം, ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും ആജ്ഞാപിച്ചാൽ അത് നടപ്പിലാക്കാനൊന്നും ഇതിന് പറ്റില്ല. ആജ്ഞാപിക്കാൻ ഇങ്ങോട്ട് വരെയും വേണ്ട. 70-80 സ്കൂളുകൾ കൊടുത്തിട്ടുണ്ട്, മിക്സഡ് സ്കൂൾ. അതിനെ എതിർക്കാൻ കുറേ കൂട്ടറുണ്ട്. ഒരു ബെഞ്ചിൽ അപ്പുറം ഇരുന്നാൽ അതിന് വേറെ എന്തെങ്കിലും ഒരു അർത്ഥം കൊടുത്ത ശേഷം വേറെ ഒരു കണ്ണുകൊണ്ട് കാണുന്നത് ശരിയാണ്. എന്ത് കാരണം പറഞ്ഞുകൊണ്ടായിരുന്നാലും ഒരു വിദ്യാർത്ഥിയുടെയും TC പിടിച്ചു വയ്ക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് എടുക്കുകയും അത് ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ കാണുകയും ചെയ്യും. ഇനി ഒരു 10 വർഷം കഴിഞ്ഞ് വരുന്ന കുട്ടി മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ ഒരാളൂടെ ജീവിച്ചിരുന്നുള്ളത് അറിയാൻ വേണ്ടി പാടില്ല. ഗുജറാത്ത് കലാപം ഉണ്ടായതുള്ളവർ അറിയാൻ വേണ്ടി പറ്റില്ല. ട്രോളിന് എനിക്ക് പ്രശ്നമില്ല, അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കൈക്കൂലി വാങ്ങിയെന്ന് പറയാത്തത് വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അത്തരം ആക്ഷേപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എൻ്റെ മാത്രം മിടുക്കല്ല, എൻ്റെ പാർട്ടിയുടെയും കൂടെ മിടുക്കാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂംബ നൃത്തത്തെ പറ്റിയിട്ടാണ്. സൂംബ നൃത്തം ഏത് ദേശക്കാരനാണ്, എന്താണിത് ചെയ്താലുള്ള ഗുണം, എന്താണ് സൂംബ നൃത്തം തുടങ്ങിയ ഭയങ്കരമായ ചർച്ചയിലാണ് കേരളം. അപ്പം ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി സൂംബ നൃത്ത പരിശീലനം കൊണ്ടുവരുമ്പോൾ അത് കുട്ടികൾക്ക് എത്രത്തോളം ഗുണം ചെയ്യും, എത്രത്തോളം ചിന്ത അതിന് പിന്നിലുണ്ടായിരുന്നു? ഈ സൂംബ നൃത്തം ഇന്നിപ്പം ലോകത്ത് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നൃത്തമാണ്. ഇത് കൊളംബിയയിലും മറ്റുമാണ് തോന്നുന്നു ഇതിൻ്റെ ഒരു തുടക്കം എന്ന് തോന്നുന്നു. അപ്പോൾ ഈ സൂംബ നൃത്തം ഇതിൽ കടന്നു വന്നത് മുഖ്യമന്ത്രിയും കൂടെ നിർദ്ദേശം വെച്ചുകൊണ്ടാണ്. മുഖ്യമന്ത്രി നല്ലൊരു പ്രസംഗം നടത്തിയായിരുന്നു ഈ ശങ്കരനാരായണ തമ്പി ഹാളിൽ ഈ ലഹരിയെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാൻ വേണ്ടി. അതിൽ ഈ കായിക ഇനങ്ങൾ കുട്ടികളുടെ മാനസികാവസ്ഥയിൽ എങ്ങനെ മാറ്റം വരുമെന്നും ഒക്കെ CM പ്രസംഗിക്കുന്നതിന് വേണ്ടി തയ്യാറായി. അപ്പോഴാണ് ഈ സൂംബ നൃത്തത്തെ പറ്റി പറയുകയും എന്നോട് തന്നെ സ്റ്റേജിൽ വെച്ച് ഓപ്പണായിട്ട് പറയുകയും വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് പരിശോധിച്ച് നോക്ക് എന്ന് പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കായിക രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. കുട്ടികൾ ഇതിൽ എൻഗേജ് ആണെങ്കിൽ സ്കൂൾ വിടുമ്പം അവൻ ഒരു 15 മിനിറ്റ് എൻഗേജായി ഒന്ന് വാമപ്പൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊരു കുട്ടിക്കൊരു ആരോഗ്യപരമായിട്ടും ബുദ്ധിപരമായിട്ടും അവൻ്റെ സംസ്കാരമൊക്കെ വളർന്നതിന് വേണ്ടി പറ്റുമെന്നുള്ളതാണ് സൈക്കോളജിസ്റ്റുകളും അവരെ ഇത് പഠനം നടത്തിയവരും ഒക്കെ തന്നെ പറയുന്നത്. കേരളത്തിലൊരു പ്രശ്നമുണ്ട്. ഏത് കണ്ടു കഴിഞ്ഞാലും ഒരു മതം അതിൻ്റെ കൂടെ ചേർക്കുക. ജെൻഡർ ന്യൂട്രാലിറ്റി, ആ യൂണിഫോം കൊണ്ടുവന്നപ്പോൾ പ്രശ്നം, കരിക്കുലത്തിൻ്റെ മാറ്റത്തിൽ വരുന്ന എല്ലാത്തിലും ഒരു മതാത്മകമായിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? അങ്ങനെ ശ്രമം നടക്കുകയാണ്. അത് നമുക്ക് അനുഭവിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ മിക്സഡ് സ്കൂള് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. 70-80 സ്കൂളുകൾ കൊടുത്തിട്ടുണ്ട് മിക്സഡ് സ്കൂള്. അതിനെ എതിർക്കാൻ കുറേ കൂട്ടരുന്നു. ന്യായമായി മതത്തിനും അതുപോലെ തന്നെ അതിൽ ഏത് വിശ്വാസത്തിലാണോ വിശ്വസിക്കുന്നവർക്കും എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കാൻ ഒരു ഭരണാധികാരികൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഓണമായിരുന്നാൽ, റംസാനായിരുന്നാൽ, ക്രിസ്മസ് ആയിരുന്നാൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള മറ്റ് അവധി ദിനങ്ങൾ, ഡിക്ലെയർഡ് അവധി ദിനങ്ങളാണ്, അതെല്ലാം അനുഭവിക്കുന്നതിന് പ്രശ്നമല്ല. എന്നാൽ ഇതിനിടയിൽ തന്നെ എന്തെങ്കിലും പെട്ടെന്നൊരു കാഷ്വാലിറ്റി ഉണ്ടായി ഒരു അവധി കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവധി കൊടുക്കുന്നതിന് പ്രശ്നമല്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ ഡ്രസ്സ്, ആൺകുട്ടിയും പെൺകുട്ടിയും ഏത് ഡ്രസ്സ് ധരിക്കണം, ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഇത് പറയാൻ വേണ്ടി? അങ്ങനെയൊന്നും ആജ്ഞാപിച്ചാൽ അത് നടപ്പിലാക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ആജ്ഞാപിക്കാൻ ഇങ്ങോട്ട് വരെയും വേണ്ട. അതുപോലെ തന്നെ ഈ കുട്ടികൾ
ഈ നൃത്തത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സൂംബ നൃത്തം അതെ. മനസ്സിലാക്കാതെ പറഞ്ഞതാണ്. കുട്ടികൾ വരുന്ന യൂണിഫോമല്ലേ ഇട്ട് കളിച്ചിട്ട് പോകുന്നത്. നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മളിങ്ങനെ ഒരു ബെഞ്ചിൽ അപ്പുറം ഇപ്പുറം ഇരുന്നാൽ അതിന് വേറെ എന്തെങ്കിലും ഒരു അർത്ഥം കൊടുത്ത ശേഷം വേറെ ഏതെങ്കിലും ഒരു കണ്ണുകൊണ്ട് കാണുന്നത് ശരിയാണോ? അങ്ങനെ കണ്ടുകൊണ്ടാണല്ലോ ഇത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. അവരത് കുട്ടികളിലും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമല്ലേ നടത്തുന്നത്? ആണ്. ചിലർ പറയുന്നു സംഗീതം പാടില്ല എന്ന് പറയുന്നു, ഡാൻസ് പാടില്ല എന്ന് പറയുന്നു, പാട്ട് പാടില്ല, അതെല്ലാം തെറ്റാണെന്ന് പറയുന്നു. എനിക്കൊരു അത്ഭുതം തോന്നി. ഞാൻ ഓഫീസിൽ ഇരുന്നപ്പം ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇന്ന ഡാഷ് ഹാളിൻ്റെ പ്രവർത്തകരാണ്, ശനിയാഴ്ചയുള്ള പരീക്ഷ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്, സ്റ്റേറ്റ് പരീക്ഷയാണ്. ഞങ്ങളുടെ എന്താ അത്? ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ശനിയാഴ്ച ഞങ്ങൾ പേപ്പറും പേനയും തൊടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ തൊടണ്ട, ബാക്കി കുട്ടികളെല്ലാം തൊട്ടെഴുതിക്കോളും, നിങ്ങൾക്ക് തൊടണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾ വരണ്ട, അത്രയേ ഉള്ളൂ, അല്ല അതൊന്നും വിട്ടു തരുന്നതിന് വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തോടുകൂടി വിവാദത്തിന് ഇറങ്ങിയവരെല്ലാം പിന്മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരുന്ന എല്ലാത്തരം പരിഷ്കാരങ്ങളെയും ഒരുതരം ചങ്ങലക്കിടുന്ന ഒരു നിലപാടാണ് ആദ്യം ഇവർ സ്വീകരിക്കുന്നത്. ഒന്നിൽ നിന്ന് പോലും നമ്മൾ പിന്മാറിപ്പോയിട്ടില്ല. ഉദാഹരണം ബഹുമാനപ്പെട്ട ഗവർണറുടെ സംഭവം, ഭാരതാംബ വെച്ച് ദുരിത സംഭവം ഉണ്ടല്ലോ. അതെ അതെ. അപ്പം അതിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ക്യാബിനറ്റ് കൂടി അറിയിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ പ്രോട്ടോക്കോളും ഭരണഘടനയും ലംഘിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭരണഘടന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഗവർണർ നടത്തിയത്. ഭരണഘടനയിൽ എന്തൊക്കെ അധികാരം ഉണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഭരണഘടന പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോരുത്തർക്കുള്ള അധികാരം, ഗവർണർക്ക് എന്താ അധികാരം, പ്രസിഡന്റ് എന്താ അധികാരം, പ്രധാനമന്ത്രിക്ക് ഓരോ അധികാരത്തെ സംബന്ധിച്ചോളം പറഞ്ഞിട്ടുണ്ട്. അതിനെ വെല്ലുവിളിക്കാൻ വേണ്ടി ഒരിക്കലും പറ്റില്ല. ഓരോരുത്തരുടെയും പ്രോട്ടോക്കോളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രോട്ടോക്കോൾ അധികാരമുള്ള സ്ഥാനത്ത് ഇപ്പോഴല്ല, ഞാൻ മുമ്പ് 5 വർഷക്കാലം മേയറായിരുന്നപ്പോൾ പ്രോട്ടോക്കോൾ ഉള്ള ആളാണല്ലോ മേയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് പ്രോട്ടോക്കോളിനെ സംബന്ധിച്ചിടത്തോളം നല്ലതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അവിടെ പോയത് ശരി തന്നെയാണ്. ചെന്നപ്പോൾ ഒരു സഹോദരിയുടെ കയ്യിൽ ഒരു കാപ്പിക്കൊടിയും കൊടുത്ത ശേഷം അദ്ദേഹം നിന്ന് വിളക്ക് കത്തിച്ചിട്ട് തൊഴുതുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാ ഒരു ആർട്ടിസ്റ്റ് വരച്ച ഒരു സഹോദരിയുടെ പടമാണ്. അത് ഇന്ത്യയുടെ തന്നെ ഷേപ്പല്ല, അതിർത്തികളല്ല കാണാൻ കഴിയുന്നത്. ഞാൻ ഗവർണറുടെ പ്രോഗ്രാമായിട്ട് കറക്റ്റ് ടൈമിൽ ചെല്ലേണ്ടതാണ്. ഞാൻ പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിക്ക് അധ്യക്ഷനായിപ്പോയി, PN പണിക്കരുടെ. ഞാൻ 20 മിനിറ്റ് താമസിച്ചിരുന്നു. അപ്പോൾ വിളക്ക് കൊളുത്തി അദ്ദേഹം ഇരിക്കുന്നു. എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഭരണഘടനാ സ്ഥാപനമാണ് രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ നാളെ മുതൽ ഇവിടെ CPM-ലെ കൂടി ഇതിന് ചുറ്റും ഒരു അലങ്കാരത്തിന് വേണ്ടി കെട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ എൻ്റെ ഓഫീസിൽ കാറൽ മാർക്സിൻ്റെ, എംഗൽസിൻ്റെ, ലെനിൻ്റെ, AKGയുടെ, EMSൻ്റെയൊക്കെ പടം ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും വന്ന് അതിൽ മാലയിട്ടിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, പ്രോട്ടോക്കോൾ ലംഘനമാണ്. അദ്ദേഹം ഗവർണറുടെ കത്ത് കിട്ടിയിരുന്നു മുഖ്യമന്ത്രിക്ക്. അദ്ദേഹം വേറൊന്നും പറയുന്നില്ല, ഭാരതാംബയുടെ ഗുണവിശേഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവർണർ ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഗവർണർമാരുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടല്ലോ. പണ്ടൊന്നും ഗവർണർമാരെന്ന് പറഞ്ഞാൽ പക്കാ രാഷ്ട്രീയക്കാർ അയക്കാറില്ല. പണ്ട് നമ്മുടെ ഗവർണർ അദ്ദേഹം 2 പ്രാവശ്യം വേറെ ഗവർണർ ആയിരുന്നു തോന്നുന്നു. അത് മാത്രമല്ല RSSൻ്റെ അറിയപ്പെടുന്ന നേതാവ് കൂടിയാണ്. RSSൻ്റെ 2 പേരെ അവിടെ ക്യാമ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള. അവരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരത്തുകാരാണ് 2 പേരും. അപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണറും പറ്റിയ തെറ്റ് ഗവർണർക്ക് പറ്റിയാലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പറ്റിയാലും ശിവൻകുട്ടിക്ക് പറ്റിയാലും തെറ്റാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അക്സെപ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നേരെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പോകുന്നുള്ളൂ. അദ്ദേഹം തന്നെയാണ് ഭരണഘടനാ തലവൻ. എന്നാൽ ഭരണഘടനയുടെ ദൈനംദിന കാര്യങ്ങളിലൊന്നും ഇടപെടാനുള്ള ഒരു അവകാശവുമില്ല.
അത് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി ജഡ്ജിമാർ തന്നെ പറഞ്ഞല്ലോ, അതിന് വിട്ട് കളിക്കേണ്ട കാര്യമില്ല ഗവർണർമാർ. ഗവർണർ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളൊന്നും അല്ലല്ലോ, അദ്ദേഹത്തിന് അപ്പോയിൻറ്റഡ് ബൈ ഇന്ത്യൻ പ്രസിഡൻ്റാണല്ലോ. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ പിറ്റേ ദിവസം ശ്രീ പത്മനാഭ സൂർ സമിതി എന്നൊക്കെ പറഞ്ഞ് ഞാനിതുവരെയും കേട്ടിട്ടില്ല. ഞാൻ 30-40 വർഷമായിട്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. അങ്ങനെ ഒരു സെനറ്റ് ഹാളിൽ കൊണ്ട് വയ്ക്കുക, അവിടെ വരുമ്പോൾ തന്നെ ഈ പടത്തെ ചുമന്നുകൊണ്ട് വരിക, അവിടെ കൊണ്ട് വയ്ക്കുക. സ്വാഭാവികമായിട്ടും ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുക, അന്വേഷണം നടത്തുക, ഇതൊന്നും അത്ര ജനാധിപത്യ രീതിയൊന്നുമുള്ള കാര്യമില്ല. അങ്ങനെ ജനാധിപത്യ രീതിയിലുള്ള കാര്യങ്ങളും തൻ്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുള്ള കാര്യങ്ങളും അംഗീകരിക്കാം നമുക്ക്. അതിനപ്പുറമായി അംഗീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്നവർ തന്നെയാണ്. പണ്ട് കാലത്തെ ട്രോളന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അങ്ങ്. സാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വൈറലാണ്. സെൻസർ ബോർഡിനെതിരായി അങ്ങ് എഴുതിയ ഒരു ട്രോള്. അതിൻ്റെ തമാശകൾ മാറ്റി നിർത്തി കഴിഞ്ഞാലും അതിൽ വളരെയധികം എന്താ പറയുക, ജനാധിപത്യപരമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ വരുന്ന ചില നിയന്ത്രണങ്ങൾക്കെതിരെയുള്ള അങ്ങയുടെ ഒരു ട്രോളായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. ഇപ്പം ഏത് സിനിമയായാലും, അതിപ്പം ജാനകിയാണെങ്കിലും പത്മാവതി ആണെങ്കിലും സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു ചലച്ചിത്രത്തിൻ്റെ പേര് വരെ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇതുപോലുള്ള ധാരാളം ഇടപെടലുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. കൂടുതലും ഉണ്ടായിട്ടുള്ളത് BJP ഭരിക്കുന്ന അവസരത്തിലും ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന അവസരത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ നാടകമായിരുന്നാലും സിനിമയായിരുന്നാലും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ആശയം അതിലുണ്ടെങ്കിൽ അതിനെ ചെറുക്കുക, അത് അവതരിപ്പിക്കുവാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുക, അതെല്ലാം മെല്ലെ വളർന്ന് വരുന്നുണ്ട് കേരളത്തിൽ. അതിലൊരു കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് ഇതിന് ആവശ്യമെന്ന് പറയുന്നത്. ഏത് കലാമൂല്യമാണെങ്കിലും അതിനൊരു മൂല്യം ഉണ്ടാവും, അതിനൊരാശയം ഉണ്ടാവും. അതിനെ നമ്മൾ ആസ്വദിക്കുക. നമുക്കിഷ്ടമില്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് പോകണ്ട. അതല്ല നമ്മൾ അതിനെ കഷ്ടപ്പെട്ട് ഇവരോട് പ്രയാസപ്പെട്ട് ഒരു സിനിമ എടുക്കുന്നതിനെ അതിനെ ഒരു വിവാദമാക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. ഞാൻ ആദ്യം തന്നെ ഒരു പോസ്റ്റിംഗ് നടത്തിയിരുന്നു. ട്രോളെന്ന് പറഞ്ഞാൽ അത് ഞാൻ മേയറായിരുന്നപ്പോൾ ടെലിവിഷൻ അങ്ങനെ ഇല്ലേ, 95-2000. അതിനുശേഷം MLA ആയിട്ടും മന്ത്രിയായിട്ടും വന്ന അവസരത്തിലാണ് ട്രോൾ ധാരാളം അതിൻ്റെ ഒരു സീസണായി മാറിയിട്ടുള്ളത്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഉത്തരവാദിത്വമില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരു നിയമം തന്നെ കൊണ്ടുവരേണ്ടതാണ്. എത്രയോ കുടുംബങ്ങളെ അനാഥമാക്കി, എത്രയോ കുട്ടികളെ നിരാശപ്പെടുത്തി, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എഴുതുകയും പറയുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ എല്ലാം കേന്ദ്രം ഇവനായിരിക്കും. സകലതിൻ്റെയും കേന്ദ്രം, സകല വൃത്തികേടുകളും കാണിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കുറേ വ്യക്തികളാണ് ഈ ഓരോരുത്തരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില മീഡിയാസ്, ഈ മൊബൈൽ മീഡിയാസ് ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുക. എന്നാൽ അപ്പോൾ അതുകൊണ്ട് ഈ ട്രോളിൻ്റെ എനിക്ക് പ്രശ്നമില്ല, അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇന്നും പത്രങ്ങളിലൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ അതിൻ്റെ സ്പിരിറ്റിലെടുത്താൽ മാത്രം മതിയാവും. പക്ഷേ വ്യക്തിപരമായി ആക്ഷേപിക്കുമ്പോഴാണ് നമുക്ക് പ്രയാസം വരുന്നത്. വ്യക്തിപരമായി നമ്മളെ ഒരു ജനാധിപത്യ മര്യാദയോ ഒരു മനുഷ്യത്വം ഇല്ലാതെ നിലയിൽ സ്ഥിരമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ എടുത്ത് നോക്കുമ്പോൾ അറിയാം അവരുടെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളവരും അറിയാം. ഈ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സകലമാന തെറ്റുകുറ്റങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും കേന്ദ്രമാണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അതാണ് ഞാൻ പറഞ്ഞത്. ഒരു നിയമമുണ്ടെങ്കിൽ ഇതിൽ അന്വേഷണം നടത്താനും പിടിക്കാനും ഒക്കെ തന്നെ സൗകര്യമുണ്ട്. കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നൊരു മന്ത്രിയാണ്. കാരണം ഞാനിത് പറയാൻ കാരണം പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി പോലും
പഠനയാത്രയ്ക്ക് പോകാതിരിക്കരുത്, അല്ലെങ്കിൽ കുട്ടികളെ ഫീസ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു മന്ത്രിയെ കേരളം കണ്ടത് ആദ്യമായിട്ടാണ്. കുട്ടികളുടെ ഈ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എങ്ങനെയാണ് ചിന്തിക്കാൻ സാറിന് സാധിച്ചത്? ഇതിലിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും ഇടപെടുന്ന വകുപ്പ് എന്ന് ചോദിച്ചാൽ പൊതുവിദ്യാഭ്യാസമാണ്. അദ്ദേഹത്തിന് അതിൻ്റെ വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടുമുണ്ട്. അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസമാണ് നമ്മുടെ അടുത്ത തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത തലമുറ ഒരിക്കലും മണ്ടന്മാരും കഴിവില്ലാത്തവരാകാൻ വേണ്ടി പാടില്ല. ഒരു കാര്യം ഞങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു, ടീച്ചർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഓരോ കുട്ടിയും തൻ്റെ മകനോ മകളോ ആണെന്നുള്ള ധാരണ ഉണ്ടാവണം. ഒരു കുട്ടി സ്കൂളിൽ വരുന്നാൽ അവൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അവനന്ന് എന്തെങ്കിലും വിഷമമുണ്ടോ, അവൻ ഭക്ഷണം കഴിച്ചിട്ടാണോ വരുന്നത്, വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൻ്റെ പേരിൽ അവൻ ഡെസ്പായി വരികയാണോ. അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണല്ലോ. ഇതൊക്കെ വളരെ ഗ്രാസ് റൂട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ തിരക്കിയിട്ടാണ്. അപ്പോൾ അഥവാ അവൻ വന്നില്ലെങ്കിലോ അവൻ്റെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാവും വന്നില്ല, അവൻ്റെ വീട്ടിൻ്റെ സ്ഥിതി എന്താണ് എന്നെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയും. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും നമ്മളതിൽ ഇടപെടണം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ചെന്നൊരു ഇൻ്റർവ്യൂ എടുത്തു നോക്ക്, പിന്നെ പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൃത്യം തന്നെ പറയും. അപ്പോൾ ആ ഒരു പിന്തുണ ഒരു ഗവൺമെൻറ് ആകുമ്പോൾ ഒരു മന്ത്രിക്ക് ഒരു മുഖ്യമന്ത്രിയുടെ പിന്തുണ കിട്ടുന്നത് ചെറിയ കാര്യമല്ല. മറ്റെല്ലാ മന്ത്രിമാർക്കും കിട്ടുന്നുണ്ട്. ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. ഈ നമ്മളിപ്പോൾ 1-ാം ക്ലാസ് പരീക്ഷ കേരളം പോലുള്ളൊരു ഇത്രയും നന്നായി ഉന്നതമായിട്ടുള്ള സാംസ്കാരിക മൂല്യവും പരസ്പര സ്നേഹവും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനത്ത് കുട്ടികൾക്ക് എൻട്രൻസ് പരീക്ഷ നടത്തുമെന്ന് വെച്ചാൽ അത് അംഗീകരിക്കാനേ പറ്റില്ല. 1-ാം ക്ലാസ്സിലെ എൻട്രൻസ് പരീക്ഷ നമ്മൾ 1-ാം ക്ലാസ്സിലെ കുട്ടിയെ ഇപ്പോൾ ഇവിടെ കൊണ്ട് 5 വയസ്സുണ്ടാവും, ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടാൽ അവനിതെല്ലാം അടിച്ച് പൊളിച്ച് റെഡിയാക്കി നമ്മുടെ കയ്യിൽ തരണം. അങ്ങനെ ഒരു എനർജി ടൈമാണല്ലോ. ആ സമയത്ത് അവനെ രാത്രി പിടിച്ചിരുത്തി അച്ഛനും അമ്മയും കൂടെ ഈ 5-ാം ക്ലാസ്സുകാരനുള്ള ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കൊടുത്ത് കാണാൻ പഠിപ്പിച്ച് അവനെ വിരട്ടി ഭീഷണിപ്പെടുത്തി കൊണ്ടാണല്ലോ എൻട്രൻസ് എഴുതാൻ വേണ്ടി വരുന്നത്. അപ്പോൾ എൻട്രൻസ് പരീക്ഷ നടത്തുന്ന ആൾക്കാർ അതൊന്നും ഒരു വലിയ മഹത്വം ഇരിക്കുകയാണ്. അടുത്ത വർഷം മുതൽ എൻട്രൻസ് പരീക്ഷ നടത്തുന്ന കാര്യം അവസാനിപ്പിക്കുന്നത് എല്ലാവരോടും കൂടെ ആലോചിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ചിന്തയിലാണ് ഞങ്ങളെന്ന് പറയുന്നത്. അടുത്ത വർഷം ആകുമ്പോൾ 6 വയസ്സിലായിരിക്കും 1-ാം ക്ലാസ്സിൽ പ്രവേശനം വരുന്നത്. മറ്റൊന്ന് അക്കാഡമിക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു. അക്കാഡമിക് ഇഷ്യൂവിൽ ഇടപെടുന്നുണ്ടെന്നുള്ളതിൽ അതിന് പറഞ്ഞു. ഈ എൻട്രൻസ് മാത്രമല്ലല്ലോ അവരെ ചേർത്തുന്ന സമയത്ത് ഈ അത് ഞാൻ പറയാം പറ്റുമായി. നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുകയാണ്, വീണ്ടും ആവർത്തിച്ച് ഇവരോട് ഞാൻ പറയുക, 1-ാം ക്ലാസ്സിൽ ചേരുന്നതിന് എൻട്രൻസിന് ഉപരി ടോട്ടൽ 2 ലക്ഷം രൂപ വാങ്ങുകയാണ്. 2 ലക്ഷം രൂപ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ NOC കൊടുത്തിട്ടാണ് ഈ സ്കൂളുകളെല്ലാം പ്രവർത്തിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കാശ് വാങ്ങുന്നത് അൺഎയ്ഡഡ് സ്കൂളുകളിലാണ് വാങ്ങുന്നത്. എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെൻറ് സ്കൂളുകളിലും 100 രൂപ വാങ്ങേണ്ട സ്ഥലത്ത് അവർ 10,000 രൂപ വാങ്ങുന്നു. ഗവൺമെൻറ് സ്കൂളിൽ കാരണം ഞാൻ PTA പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിലൂടെ ഒരു മുറി കെട്ടിയ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അവർക്ക്. അതിന് ഈ പാവപ്പെട്ട കുട്ടികളെ തലയിൽ അടിച്ചു വയ്ക്കുക. അപ്പോൾ എൻട്രൻസ് നടത്തുന്നു. മറ്റൊരു കാര്യം എൻട്രൻസ് കഴിഞ്ഞാൽ പിന്നെ ഈ ഫീസ് വാങ്ങുന്നതാണ്. ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യായവുമില്ലാതെ, നമ്മൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനമില്ലേ, ഒരു ന്യായവുമില്ലാതെ കുറേ കാര്യങ്ങൾ എഴുതുക, വാർഷികാഘോഷം അത് ഇതെന്നൊക്കെ പറഞ്ഞ് റൂം വാഷ് ചെയ്യാനുള്ള പൈസ എന്നെല്ലാം പറഞ്ഞ് വലിയൊരു എമൗണ്ടാണ് അവർ ഈ കുട്ടികളിൽ നിന്ന് വാങ്ങുന്നത്. നല്ല ഒരു മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കുന്ന സ്കൂളായിരിക്കാം. അപ്പോൾ ഈ എന്തുകൊണ്ടെന്നാൽ പിന്നെ ഈ സ്കൂളിൽ നിങ്ങൾ കൊണ്ടുവരണം എന്നൊരു ചോദ്യമുണ്ട്. അതിപ്പോൾ നാട്ടിൽ ഒരു നല്ല വിദ്യാലയമുണ്ട്, നല്ല ആശുപത്രിയുണ്ട്, പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ട്, അത് റോഡിൽ കൊണ്ടുള്ള മെഡിക്കൽ കോളേജിലായിരിക്കുമല്ലോ, ആ ആശുപത്രിയിൽ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് അത് പറയാൻ വേണ്ടി പറ്റില്ല.
പിന്നെ അപ്പോൾ ഈ കാശ് കൊടുത്തില്ലെങ്കിൽ കുട്ടികളെ പീഡിപ്പിക്കുകയും. ഇപ്പോൾ 2-3 ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നത് ചേർന്ന് വേറൊരു സ്ഥലത്തേക്ക് അഡ്മിഷൻ കിട്ടി, 1.5 ലക്ഷം രൂപ മറ്റും അടച്ചു. TC കൊടുക്കില്ല, പൈസയും കൊടുക്കില്ല. ഞാൻ വിളിച്ച് ഇടപെട്ടിട്ട് പറഞ്ഞ് TC കൊടുത്തില്ലെങ്കിൽ കാര്യം ഗൗരവമാവും എന്നുള്ളതിന് ഞാൻ പിന്നെ പറഞ്ഞു. പിന്നെ TC കൊടുക്കുന്ന സാഹചര്യം വന്ന്, അതായത് ഒരു കാരണവശാലും എന്ത് കാരണം പറഞ്ഞുകൊണ്ടായിരുന്നാലും ഒരു വിദ്യാർത്ഥിയുടെയും TC പിടിച്ചു വയ്ക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് എടുക്കുകയും അത് ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ കാണുകയും ചെയ്യും. അങ്ങനെ ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ വന്നതിന് ശേഷം 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ പുതുതായിട്ട് പ്രിൻ്റ് ചെയ്തു. 16 വർഷത്തിന് ശേഷമാണ് പ്രിൻ്റ് ചെയ്തത്. സാധാരണഗതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണല്ലോ, ഒരു ചെറിയ പിന്നെ കുത്തോ കോമയോ അക്ഷരത്തെറ്റോ വന്നു കഴിഞ്ഞാൽ വലിയ വാർത്തയായി വരുമല്ലോ. അതെല്ലാം നിങ്ങളെല്ലാം അന്തിച്ചർച്ച ചെയ്യുമ്പോൾ ആയിട്ട് അങ്ങ് മാറുകയാണ്. ഇപ്പോൾ 3,80,00,000 പുസ്തകം പ്രിൻ്റ് ചെയ്തു എന്ന് മാത്രമല്ല, പാഠപുസ്തകം സമയത്തിന് കൊടുക്കുന്നത് LDF മാത്രമേ ഉള്ളൂ. പണ്ടൊരു വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ച്, ഓണം നേരത്തെ വന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഓണപ്പരീക്ഷയ്ക്ക് മുമ്പ് ഈ പാഠപുസ്തകം കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനമാണ്. എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് എല്ലാ സ്കൂളിലും കുട്ടികൾക്ക് നിങ്ങളുടെ പാഠപുസ്തകം എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച ചർച്ച നടത്തി. അത് വലിയൊരു സംഭവമാണ്, ആദ്യമായിട്ടാണ്. രണ്ടാമത് പിന്നെ പണ്ഡിതന്മാരെ വിളിച്ച് സെമിനാർ നടത്തി 2 ദിവസത്തെ. അധ്യാപകരോട്ട് സംസാരിച്ചു. രക്ഷകർത്താക്കൾക്ക്, നല്ല രക്ഷകർത്താക്കൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാനുണ്ടാവും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് കരിക്കുലം കമ്മിറ്റി ഉണ്ട്. കരിക്കുലം കമ്മിറ്റി, ഞാൻ ചെയർമാനായിട്ടുള്ള കരിക്കുലം കമ്മിറ്റിയിൽ വലിയ പണ്ഡിതന്മാരാണ് ഉള്ളത്. കരിക്കുലം കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് 3,80,00,000 പുസ്തകവും 2 ഘട്ടങ്ങളിലായിട്ട് കൊടുത്തു തീർത്തു. 16 വർഷത്തെ കുട്ടികളുടെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്യാപ്പല്ല. ഒരു നിമിഷം കഴിയും തോറും പിന്നെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിജ്ഞാനവും എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴവൻ പഴയ ഇതാണ് പഠിക്കുന്നത്. മറ്റൊന്ന്, ഇപ്രാവശ്യം 11-12 ക്ലാസ്സിലെ പാഠപുസ്തകം പരിഷ്കരിക്കാൻ വേണ്ടി പോവുക. പൂർണ്ണമാകുമെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം 8 മാസമല്ലേ ഉള്ളൂ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ CBSEയിൽ ഉള്ള പിന്നെ പാഠപുസ്തകം ഞങ്ങൾ ഹയർ സെക്കൻഡറിയിൽ വാങ്ങുന്നുണ്ട്. അവരിതൊരു ഒരുപാട് നാളായി ഇത് പുതുക്കി ശരിയാക്കിയിട്ട്. അല്ല, കേന്ദ്രം അടിച്ചേൽപ്പിക്കുകയാണല്ലോ, മുഗൾ ഭരണമൊക്കെ മാറ്റുന്നു, അത് മാറ്റുന്നു, അവർ അടിച്ചേൽപ്പിക്കുന്നു. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നു. ഇപ്പോൾ അവർ 11ാം ക്ലാസ്സിൽ നിന്നും 12ാം ക്ലാസ്സിൽ നിന്നും ഗുജറാത്ത് കലാപം, അസാസിനേഷൻ ഓഫ് മഹാത്മാഗാന്ധി, പിന്നെ മുഗൾ രാജവംശക്കാരുടെ ഭരണകാലം, അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ പഠിച്ചിരിക്കേണ്ട ചരിത്രം മുഴുവൻ എടുത്തു മാറ്റുകയാണ്. കാരണം ഇനിയൊരു 10 വർഷം കഴിഞ്ഞ് വലുതായി വരുന്ന കുട്ടി ഒരിക്കലും ഇങ്ങനെ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ ഒരാളൂടെ ജീവിച്ചിരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി പാടില്ല. ഗുജറാത്ത് കലാപം ഉണ്ടായതുള്ളവർ അറിയാൻ വേണ്ടി പറ്റില്ല. 10,000-3000 ആൾക്കാർ മരിച്ച കലാപമാണെന്ന് അറിയാൻ വേണ്ടി പാടില്ല. ഇതിനൊക്കെ അവർ ബോധപൂർവം പരിശ്രമം നടത്തുന്നു. ആ സമയത്ത് ഒഴിവാക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു പാഠപുസ്തകം പ്രിൻ്റ് ചെയ്ത് ഇറക്കിയ ഏക സംസ്ഥാനം ഇന്ത്യയിൽ കേരളം മാത്രമാണ്. എന്ന് മാത്രമല്ല, വെറുതെ ഇറക്കുകയല്ല ചെയ്തത്, പഠിപ്പിച്ച കുട്ടികളെ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ. ഇപ്പോൾ പിന്നെ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ, മോട്ടോർ നിയമങ്ങൾ എന്തൊക്കെ നമ്മൾ പാലിച്ചിരിക്കണം, പിന്നെ ഭരണഘടന എന്താണ്, ഗവർണറുടെ അധികാരം എന്താണ്, അതിപ്പോൾ കൂട്ടിച്ചേർത്തതാണ് ഗവർണർ അധികാരം. ഈ ഗവർണറുടെ ഇഷ്യൂ ഉണ്ടായ ശേഷം കൂട്ടിച്ചേർത്തതാണ്. അധികാരം എന്താണ്, ഭക്ഷ്യ നിയമങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ സാമ്പത്തിക സാക്ഷരത, പിന്നെ ടെലഫോണിൻ്റെ ഉപയോഗം എന്താണ്. 100% വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള പെട്ടതാണല്ലോ തീരുമാനിച്ചത്. പക്ഷേ എല്ലാ സ്ഥലത്തും നടന്നു എന്നുള്ളതാണ്. കേന്ദ്രത്തിന് ഈ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നീക്കത്തെ അങ്ങെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ പിന്നെ എല്ലാ ഭാഷകൾക്കും തുല്യ ബഹുമാനമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എല്ലാ ഭാഷയ്ക്കും അതിൻ്റേതായ ഗുണം ഉണ്ട്, അതിൻ്റേതായ മെരിറ്റുണ്ട്.
നമുക്കിപ്പോൾ ഒരു ഇന്നിപ്പം ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ ഇന്ന് സംസാരിക്കാൻ പറ്റുന്ന അവസരമാണ്. ഇന്ന് ലോകത്തെ ഏത് രാജ്യത്തോടോ ഇന്ന് ഈ ഇവിടെ തിരുവനന്തപുരം വഴുതക്കാട് ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ മാറിക്കഴിഞ്ഞു ലോകം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസരത്തിൽ ഇംഗ്ലീഷാണ് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഭാഷ മോശമാണ്, ആ ഭാഷ പഠിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് അതെല്ലാം ഒരു വർഗീയവാദത്തെപ്പോലെ തന്നെ തുല്യ പ്രാധാന്യം ഉള്ള ഉള്ള സംഗതിയാണ് ഈ ഭാഷയുടെ കാര്യവും പറയുന്നത്. അപ്പം ഒരു തിരഞ്ഞെടുപ്പ്, ഒരു ഇന്ത്യ, അങ്ങനെ ഒരു മുദ്രാവാക്യം. പിന്നെ ബീഫ് കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരു മുദ്രാവാക്യം. പിന്നെ വസ്ത്രം ധരിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള വേറൊരു മുദ്രാവാക്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഇതെല്ലാം കൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രം ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി വലിയ പാർട്ടിയൊന്നുമല്ല, വലിയ പാർട്ടിയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി അതിനകത്തേക്ക് വന്നേക്കാം. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളവരെന്നും എല്ലാം പറഞ്ഞാൽ ഇതിനെ കണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് അവരെ നേരിടുന്നതിന് വേണ്ടി തയ്യാറാവാത്ത ഒരു പ്രത്യേക ഒരു സാഹചര്യം കൂടി പിന്നെ ഉണ്ട്. അത് അവർക്ക് എളുപ്പമാണ്. ഇപ്പം BJPയുടെ സ്വാധീനം ഇന്ത്യയിൽ കുറഞ്ഞാണല്ലോ വന്നത്. ഈ പ്രാവശ്യം അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ദിര എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളവരാണ്. ആ ഇന്ദിരാഗാന്ധി രാജ്യത്ത് തോക്കേണ്ടി വന്നു, രാജ്നാരായണനോട് തോക്കേണ്ടി വന്നു. തോറ്റ് പിന്നെ അവസാനം അടിയന്തരാവസ്ഥയുടെ കെടുതികളെ സംബന്ധിച്ചിടത്തോളം ഒന്നൊന്നായി പറഞ്ഞ് അവരെ വിചാരണ ചെയ്തല്ലോ, കോടതിക്കകത്തും പുറത്തുമൊക്കെ തന്നെ വിചാരണ ചെയ്തല്ലോ. അത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ തോൽവിയും ചെയ്യും. അതേപോലെ തന്നെ ഈ BJPക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ തെളിവാണ് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തേക്കാൾ സീറ്റ് കുറവായി അവർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായിട്ടല്ലോ നടക്കുന്നത്. കോടാനുകോടി രൂപ അല്ലേ അവർ ബോണ്ടിനത്തിൽ വാങ്ങിയിരിക്കുന്നത്. ആ കാശ് മുടക്കിയാണല്ലോ അവർ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ലക്ഷങ്ങളും കോടികളും കൊണ്ടാണല്ലോ ഓരോ സ്ഥലത്തും കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു മുൻകൈ ഉണ്ടായേക്കും. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവാം. കേരളത്തിലേക്ക് അവർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതായിട്ട് പ്രധാനമന്ത്രിയുടെ അടിക്കടിയുള്ള സന്ദർശനങ്ങളിലൂടെ നമുക്ക് വ്യക്തമായിട്ടുള്ളതാണല്ലോ. അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ, കേന്ദ്ര മന്ത്രിമാർ എല്ലാം ഇവിടെ പരസ്യം കൊടുക്കാതെ രഹസ്യമായി വന്ന് പല തിരഞ്ഞെടുപ്പ് ആസൂത്രണങ്ങൾ നടത്തിയിട്ട് പോവുകയാണ്. ഗവൺമെൻറ് ചിലവില്ലാത്ത കാര്യമെല്ലാം ചെയ്തിട്ട് പോവുകയാണ്. പക്ഷേ ഈ ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കുറേ മനസ്സിലാവുന്നുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം, ഫണ്ട് കംപ്ലീറ്റ് വെട്ടിക്കുറയ്ക്കുകയല്ലേ, അത് എന്നെയും നിങ്ങളെയും ബാധിക്കുന്നതല്ലേ. വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ 1444.44 കോടി രൂപ തരാണ്ട്. 1444.44 കോടി രൂപ തരാണ്ട് തരുന്നില്ല. എന്നാൽ തരൂല്ലെന്ന് എഴുതുക, അതും എഴുതി നമ്മുടെ. എന്നാലിപ്പോൾ 2 അവാർഡ് പ്രഖ്യാപിച്ചു കേരളത്തിന്. 14 ജില്ലാടിസ്ഥാനത്തിൽ നല്ല അക്കാഡമിക്കായിട്ട് പിന്നെ നമ്മുടെ ജില്ലയാണ് 14 ജില്ല 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. രണ്ടാമത് ഒരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തി. അതൊരു ഫേമസ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റാണ്, കുട്ടിയുടെ കഴിവ് പരിശോധിക്കുന്ന ടെസ്റ്റ്. കുറച്ച് ടഫുമാണ്. അതിന് നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് വന്നേക്ക്. അതിനിപ്പോൾ രണ്ടാം തീയതി ഡിക്ലെയർ ചെയ്തു ഡൽഹിയിൽ വെച്ച്. ഇനിയിപ്പോൾ നമുക്ക് തരും അത്. സാർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വി ശിവൻകുട്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നെറ്റിച്ച് വിളിച്ച കുറച്ച് പേരുണ്ട്. പക്ഷേ ഇത്രയും കാലത്തെ ഒരു വർഷങ്ങൾ കഴിഞ്ഞപ്പം സാർ പറഞ്ഞ പോലെ 8 മാസം കൂടി ഇനി ബാക്കിയുള്ളൂ. പക്ഷേ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വകുപ്പായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മാറിയിരിക്കുകയാണ്. സാർ ആ ഒരു യാത്രയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആ യാത്രയെ നോക്കിക്കാണുന്നത്, ഒന്ന്, ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി, പ്രസിഡൻറ്റ്, അത് 3 ടേമിൽ ഉണ്ടായിരുന്നു. ഞാനും നമ്മുടെ അന്തരിച്ചുപോയ മത്തായി ചാക്കോയി ഒരു ടേമിലുണ്ടായിരുന്നു. ഒരു ടൈമിൽ ഞാനും നമ്മുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിരുന്നു. ഒരു ടൈമിൽ ജെയിംസ് മാത്യു, നേരത്തെ MLA ആയിരുന്ന ജെയിംസ് മാത്യു, ഞാനും ഒരു ടൈമിലായിരുന്നു.
ഈ കാലഘട്ടം എന്ന് വെച്ചാൽ ഈ സമരങ്ങളുടെയും അതുപോലെയുള്ള പ്രശ്നങ്ങളുടെയും ഒരു കാലഘട്ടമായിരുന്നു UDF-ൻ്റെ അന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനം. പിന്നെ ഞാൻ ജില്ലാ സെക്രട്ടറി യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ചെമ്പഴന്തി കോളേജിൽ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. ആ അനുഭവം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നത് ഞാൻ CPM-ൻ്റെ പ്രാദേശിക കമ്മിറ്റി എന്ന് പറഞ്ഞ ബ്രാഞ്ച് എന്ന് പറയും. അത് ആ ബ്രാഞ്ച് എന്ന് വെച്ചാൽ കുറച്ച് സ്ഥലം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവിടെയെല്ലാം പിന്നെ ഞാൻ ഉള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുമ്പോൾ പിന്നെ അറിയാമല്ലോ, ദിവസം പഞ്ചായത്തിൽ തൊട്ടടുത്ത് ജനങ്ങളെ കാണാനും അവരുടെ അതിനുശേഷമാണ് ഞാൻ ഈ 15 വർഷക്കാലം ഈ തിരുവനന്തപുരം കോൺഗ്രസ് MLA ആയിരുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അസംബ്ലി വന്നു. അതിനുശേഷം രാജഗോപാൽ സാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അസംബ്ലി വന്നു. ഈ കാലഘട്ടത്തിൽ ഈ സ്ഥാനങ്ങളെല്ലാം വഹിച്ചിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള അനുഭവം, ജനങ്ങളുടെ ഇടപെടൽ, അവരുടെ മുഖം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന മാറ്റങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, പാവപ്പെട്ടവനെ എങ്ങനെ സഹായിക്കണം, സാധാരണക്കാരനെ എങ്ങനെ സഹായിക്കണം, എങ്ങനെ അനീതിയെ കണ്ട് എതിർക്കണം, ഇതെല്ലാം വന്നിരുന്നു. ഞാൻ മേയറായിരുന്നപ്പോൾ ഭൂരിപക്ഷമില്ലായിരുന്നു. 5 വർഷം 5 വർഷവും ഞാൻ പൂർത്തീകരിച്ചു. അന്ന് ആ സമയത്തൊന്നും ഞാൻ പിന്നെ CITUവിൽ പോയി. ഇപ്പോൾ CITUവിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അന്ന് ഞാൻ മേയറായ സമയത്തും 2-3 പ്രാവശ്യം MLA ആയിരുന്ന സമയത്ത് ഇല്ലാത്ത ആക്ഷേപങ്ങളാണല്ലോ പിന്നെ രണ്ടാമത് ഞാൻ മന്ത്രിയായപ്പോൾ കൊണ്ടുവന്നത്. അതിൽ ഒരു കാര്യം ഒരു കോണിൽ നിന്നാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. BJP-യുടെ പ്രസ്റ്റീജ് സീറ്റാണല്ലോ. രണ്ട് ഗവർണർ, ഒന്ന് രാജഗോപാൽ സാറ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. മറ്റൊന്ന് ഗവർണറായിട്ടുള്ള കുമ്മനം, അദ്ദേഹത്തിനെ തോൽപ്പിച്ചു. അപ്പോൾ ഈ 2 പരാജയവും അവരുടെ കേരളത്തിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്തതാണ്. അത് തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ട് പോയി, ഇത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന്. അപ്പോൾ അതിൽ BJPക്ക് ഇഷ്ടംപോലെ പെയ്ഡ് മാധ്യമ പ്രവർത്തനമുണ്ടല്ലോ, സോഷ്യൽ മീഡിയ പ്രവർത്തനമുണ്ടല്ലോ. അവരിങ്ങനെ ഓരോന്ന് എഴുതി എന്നെ ദേഷ്യം പിടിപ്പിക്കുക എഴുതിയിട്ടുണ്ട്. എനിക്ക് ഒരു ദേഷ്യം തോന്നിയില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്താൽ മതിയെന്ന് തീരുമാനിച്ചു. പിന്നെ ആക്ഷേപം, ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, ആക്ഷേപം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അവൻ ഈ ആക്ഷേപത്തിൻ്റെ അങ്ങറ്റത്തെ വ്യക്തിയായിരിക്കും. അതിനുള്ള അർഹത അവനുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞിട്ട് പോട്ടെ. അതിന് നമ്മളിപ്പോൾ എന്തായാലും ഈ 40 വർഷത്തിനിടയിൽ ഈ മുമ്പൊക്കെ കാർട്ടൂൺ വരച്ചൊക്കെ ഇറക്കിയിട്ടുള്ള ആരും കൈക്കൂലി വാങ്ങിയെന്ന് പറയാത്തത് വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അത്തരം ആക്ഷേപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എൻ്റെ മാത്രം മിടുക്കല്ല, എൻ്റെ പാർട്ടിയുടെയും കൂടെ മിടുക്കാണ് ആ കാര്യമെന്ന് സൂചിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക്, രാഷ്ട്രീയ പ്രവർത്തകനായ വി ശിവൻകുട്ടി എത്ര മാർക്ക് നൽകും? മാർക്ക് വേണ്ട, ഗ്രേഡ്, എത്ര ഗ്രേഡ്? ഗ്രേഡ് തരേണ്ടത് നിങ്ങളാണ്. ഞാൻ ഫുൾ A+ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാം, ഗ്രേഡ് നിങ്ങളിട്ടുണ്ടായി.